നമുക്കൊപ്പം ശ്രീ പി ജെ വിൻസെന്റ് കൂടി ചേരുകയാണ്. ശ്രീ പി ജെ വിൻസെന്റ്, കേരളത്തിന്റെ ചരിത്രത്തിൽ, മലബാറിന്റെ ചരിത്രത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത, മറക്കാൻ കഴിയാത്ത ഒരു പേരായി MGS ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും കേരള ചരിത്രത്തിന്റെ പിതാവ് എന്ന എല്ലാ അർത്ഥത്തിലും വിളിക്കാവുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു ചരിത്ര പണ്ഡിതനും അധ്യാപകനുമാണ് പ്രൊഫസർ MGS നാരായണൻ. കേരള ചരിത്രത്തെ സംബന്ധിച്ച് ഒരു വാക്ക് എഴുതണമെങ്കിൽ MGSനോട് യോജിച്ചുകൊണ്ടോ വിയോജിച്ചുകൊണ്ടോ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്ര വിപുലമായ ആഴത്തിലുള്ള സ്വാധീനം അദ്ദേഹം ചെലുത്തി. മറ്റൊരു വലിയ പ്രത്യേകത, അദ്ദേഹം ഒരു വലിയ ശിഷ്യ സമ്പത്തിനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. മറ്റ് ചരിത്രകാരന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചരിത്ര മേഖലയിൽ ഒരു വലിയ വിഭാഗം ആളുകളെ ചരിത്ര ഗവേഷണത്തിലേക്ക് ആകർഷിക്കുകയും അവരെ നയിക്കുകയും കേരള ചരിത്രത്തിൽ വലിയ സംഭാവനകൾ ചെയ്യാൻ അവർക്ക് ശക്തി പകരുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ ചരിത്ര പണ്ഡിതൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്നു, കോളമിസ്റ്റ് ആയിരുന്നു. അതുപോലെ ദൈനംദിന സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തായിരുന്നു. കോഴിക്കോട് വെളിമാടുകുന്ന് മാനാഞ്ചിറ റോഡ് വികസന സമിതിയുടെ ചെയർപേഴ്സൺ കൂടിയായിരുന്നു അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹം ആ പദവിയിലിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. അപ്പോൾ നാട്ടിൽ നടക്കുന്ന നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു, ബൗദ്ധിക സംവാദങ്ങളിൽ ഇടപെടുന്നു, കോളം രചിക്കുന്നു, ചരിത്രകാരൻ എന്ന നിലയിലെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു. ഇതിനെല്ലാത്തിനും ഉപരിയായി ആചാര്യ പദവിക്ക് അർഹനായ ഒരു പ്രഗത്ഭനായ അധ്യാപകനാണ്. അദ്ദേഹത്തിന് വിദ്യാർത്ഥികളോടുള്ള സമീപനം അങ്ങേയറ്റം ജനാധിപത്യപരമായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് നമുക്ക് ധൈര്യമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്താം. സാർ, ഇതിനോട് ഞങ്ങൾ വിയോജിക്കുന്നു എന്ന് പറയാം. അത്തരത്തിലെ വിയോജിപ്പുകളെ ഇത്രയും ജനാധിപത്യപരമായി സമീപിക്കുന്ന ഒരു അധ്യാപകൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എത്ര കഠിനമായിട്ട് വേണമെങ്കിലും അദ്ദേഹത്തോട് അക്കാദമികമായി നമുക്ക് വിയോജിക്കാം. ആ വിയോജിപ്പ് പറയുമ്പോഴും നമ്മളോട് വ്യക്തിപരമായി ഒരു നേരിയ ഈർഷ്യ പോലും വെച്ചു പുലർത്താതെ നമ്മൾ പറയുന്നത് കേൾക്കുകയും അതിനോട് വളരെ അക്കാദമികമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ലിബറലിസം, ജനാധിപത്യം തുടങ്ങിയിട്ടുള്ള മഹത്തായ മൂല്യങ്ങൾ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും അദ്ദേഹം വെച്ചുപുലർത്തിയിരുന്നു. അദ്ദേഹം ICHRന്റെ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ രാജാറാം എന്ന് പറയുന്ന ആള് കൊണ്ടുവന്ന കുതിര, അത് ശക്തമായി അദ്ദേഹം അതിനോട് ഉപയോഗിച്ചു. അത് അക്കാദമികമല്ല എന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു. അദ്ദേഹത്തെ നിയമിച്ച പൊളിറ്റിക്കൽ ഫോർമേഷനോടുള്ള വിയോജിപ്പും രേഖപ്പെടുത്തി അക്കാദമികമായ കാര്യത്തിൽ രാഷ്ട്രീയമായ നിലപാടുകൾ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ICHRന്റെ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ച് പോരാനുള്ള അക്കാദമിക പ്രബുദ്ധത കൂടി അദ്ദേഹം കാണിക്കുകയുണ്ടായി. അങ്ങനെ ഒരു തന്റേടിയായ ഒരു ചരിത്രകാരൻ, ഒരു ചരിത്ര പണ്ഡിതൻ, അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹം എടുത്തിട്ടുള്ള വിവിധ വീക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ശ്രീ പി ജെ വിൻസെന്റ് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം SK പൊറ്റക്കാടിന്റെ സഞ്ചാരിയുടെ ഗീതങ്ങളിലെ 4 വരി കോട്ട് ചെയ്യുന്നുണ്ട്. ഒരു നിയമവും ഇല്ലാത്തതെങ്കിലും, ഒരു നിരർത്ഥക സ്വപ്നമാണെങ്കിലും, മരണഗന്ധം കലർന്നതാണെങ്കിലും മധുരമാണ് എനിക്കെന്നും ഈ ജീവിതം എന്നതാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച്. അതോടൊപ്പം തന്നെ താൻ നടത്തി വന്ന ചരിത്രാന്വേഷണം, അതെല്ലാം വസ്തുതകളുടെ പിൻബലത്തിൽ നടപ്പാക്കിയെടുക്കുക, വസ്തുതകൾ പരിശോധിക്കണം, അതിനുവേണ്ടി പഴയ ലിപികളടക്കം ഈ പ്രമാണങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി അതിലെല്ലാം പരിശീലനം നേടുന്ന, അങ്ങനെ എപ്പോഴും ഈ സത്യവും വസ്തുതയും തേടി പോകുന്ന ഒരു ചരിത്രാന്വേഷി എന്ന രീതിയിലല്ലേ അദ്ദേഹം വരും തലമുറകൾക്ക് താങ്കൾക്കടക്കം ഒരു വഴിവിളക്കായി നിൽക്കുന്നത്, ശ്രീ പി ജെ വിൻസെന്റ്? അതെ, തീർച്ചയായിട്ടും അതെ. അദ്ദേഹം തന്നെ പറയുന്നത്, അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു തമാശ തന്നെ, ടിപ്പണി ഇല്ലാതെ ഒരു വരി പോലും അദ്ദേഹം എഴുതില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം എഴുതുന്ന ഓരോ വരിക്കും കൃത്യമായ തെളിവ് സാമഗ്രികളുടെ പിൻബലമുണ്ടായിരിക്കും. അപ്പോൾ ആ തെളിവ് സാമഗ്രികളുടെ പിൻബലമില്ലാത്ത കെട്ടുകഥകളെ ഇത് ചരിത്രമല്ല, കെട്ടുകഥയാണ് എന്ന് തുറന്നു പറയാനുള്ള അക്കാദമികമായ തെളിവ്, ദൃഢത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ ഒരു ഭംഗി എത്ര സുന്ദരമാണെന്നറിയാമോ? ഇപ്പോൾ ദ കാലിക്കറ്റ് സിറ്റി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ചെറു പുസ്തകമുണ്ട്, കാലിക്കറ്റിന്റെ ഹിസ്റ്റോറി. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്ത് രസകരമായിട്ടുള്ള ഉപമകളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. മുതലക്കുളത്തെ കുറിച്ച് പറയുമ്പോൾ, പണ്ട് അവിടെ അലക്ക് തൊഴിലാളികൾ വിഴുപ്പലക്കിയിരുന്ന സ്ഥലമായിരുന്നു, ഇപ്പോൾ അവിടെ വൈകുന്നേരമാകുമ്പോൾ രാഷ്ട്രീയക്കാർ വിഴുപ്പലക്കുന്നു.
ഇങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായിട്ടുള്ള കോഴിക്കോട് പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഹോഴ്സ് ട്രേഡ് മിഡീവൽ കാലത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുതിര കച്ചവടത്തിന്റെ കേന്ദ്രമായിരുന്നല്ലോ കോഴിക്കോട്. പണ്ട് ഇവിടെ ഹോഴ്സ് ട്രേഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയ കുതിര കച്ചവടമാണ് എന്നൊക്കെ വളരെ രസകരമായ തമാശകളൊക്കെ കലർത്തി ആർക്കും മനസ്സിലാവുന്ന ശ്രീ രീതിയിൽ പി ജെ വിൻസെന്റ്, അദ്ദേഹത്തിന്റെ സംസാരം, വാക്കുകൾ അതൊക്കെ കേട്ടിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് നിങ്ങൾ എക്സെൻട്രിക് ആണോ എന്ന്. പക്ഷേ MGS എക്സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അതേ രീതിയിൽ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള ആളുകളുമായി വരെ വലിയ ഒരു സൗഹൃദം സൂക്ഷിക്കുന്ന, അങ്ങനെ ഈ ചിട്ടവട്ടങ്ങൾക്ക്, ഈ ചതുരവടിവിന് ഒക്കെ അപ്പുറം നിൽക്കുന്ന ഒരാളായിരുന്നു MGS എന്നുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതല്ലേ ശ്രീ പി ജെ വിൻസെന്റ്? തീർച്ചയായിട്ടും അതെ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം തോന്നുന്ന കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ വ്യക്തിപരമായ സൗഹൃദത്തിനോ സ്നേഹത്തിനോ ഒരു തടസ്സമാവാറില്ല. അപ്പൊ അതുകൊണ്ട് ആശയപരമായിട്ടോ അക്കാദമിക തലത്തിലോ MGSനോട് നമുക്ക് ഏത് സന്ദർഭത്തിലും എപ്പോൾ വേണമെങ്കിലും വിയോജിക്കാം. അത് വിയോജിക്കുന്നതിന് ആധാരമായ തെളിവ് സാമഗ്രികളോടുകൂടി അദ്ദേഹത്തോട് വിയോജിക്കുകയോ അദ്ദേഹത്തെ വിമർശിക്കുകയോ ചെയ്താൽ അദ്ദേഹം ആ വിമർശനങ്ങളെ ഏറ്റവും ജനാധിപത്യപരമായി സ്വീകരിക്കുകയും യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായ കാലുഷ്യം തന്നെ വിമർശിച്ച ആളുകളോട് വെച്ചു പുലർത്താതിരിക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റത്തെ മാന്യത MGSലല്ലാതെ മറ്റാരെങ്കിലും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നേരത്തെ താങ്കൾ ബിനോയ് വിശ്വമൊക്കെ സൂചിപ്പിച്ചതുപോലെ 90കളിൽ അദ്ദേഹം ICHR ചെയർപേഴ്സണൊക്കെ ആയ സമയത്ത് അദ്ദേഹം സംഘപരിവാരത്തോട് അടുക്കുന്നു എന്നൊക്കെയുള്ള ചില വിമർശനങ്ങളൊക്കെ വ്യാപകമായി വരികയുണ്ടായി. ആ വിമർശനം ഉന്നയിച്ച ആളുകളോട് പോലും അവരും MGSന്റെ വീട്ടിൽ നിത്യസന്ദർശകനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയ ജീവിത പങ്കാളി പ്രേമേറ്റി കൊടുക്കുന്ന ചായയും കുടിച്ച് അവിടെ പോകാത്ത ആളുകളില്ല. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ലേഖനം പത്രത്തിൽ എഴുതിയിട്ട് അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കൂടിയിരുന്ന് സംസാരിക്കുവാനും അവിടുന്ന് പ്രേമേജി കൊടുക്കുന്ന ചായ കുടിച്ചു പോരാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ജനാധിപത്യപരമായ സമീപനം ഈ ലോകത്ത് ആരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മൂല്യമാണ് MGS എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ജനാധിപത്യപരമായ ആളുകളെ സമീപിക്കുക, നമ്മുടെ വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ വിമർശനങ്ങളെ ജനാധിപത്യപരമായി നേരിടുക, ഇത് ഒരു വലിയ മൂല്യമായിട്ട് വിമർശിക്കാനും വിമർശനം ഏറ്റുവാങ്ങാനുമായിട്ടുള്ള ആ ഒരു സഹിഷ്ണുതയുള്ള ഒരു ചരിത്ര പണ്ഡിതൻ, അതൊരു റെയറിറ്റിയാണ്. എല്ലാവർക്കും അറിവിന്റെ ഉടമകളാണ് തങ്ങളെന്ന് കരുതിയിരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ അങ്ങനെ തലപ്പൊക്കമുള്ള ഒരു പ്രകാശഗോപുരമായി ഇത്രയധികം കാലം അദ്ദേഹം നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ? അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അത് റെയറിറ്റി എന്നല്ല ഞാൻ പറയുക, അങ്ങനെ MGS ഇല്ലാണ്ട് മറ്റൊരാളെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്, ഇന്ത്യയിലില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ആ ബന്ധം തകരുന്നു എന്നുള്ളതാണ് എന്നെപ്പോലെയുള്ള ചരിത്ര വിദ്യാർത്ഥികളിലൊക്കെ പല ഘട്ടങ്ങളിലുമുള്ള അനുഭവം. അതേസമയം MGSനോട് അങ്ങനെയല്ല. നമുക്ക് വിമർശനങ്ങൾ പറയാം. അദ്ദേഹം നമ്മളെ കുഞ്ഞുങ്ങളായി കരുതി അതിൽ ശരിയുണ്ടെങ്കിൽ ആ ശരി സ്വീകരിക്കുകയും തിരുത്തേണ്ടതിനെ തിരുത്തുകയും ചെയ്യും. അതോടൊപ്പം നമ്മളോട് അങ്ങേയറ്റത്തെ സ്നേഹവാത്സല്യങ്ങൾ പുലർത്തുകയും ചെയ്യും എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം ചെറുപ്പക്കാരായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമം. അപ്പോൾ കോഴിക്കോട് ഹെറിറ്റേജ് ഫോറം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം 2018 അദ്ദേഹം അതിൻ്റെ ഒരു യോഗം ചേർന്ന് കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരായ ആളുകളാവണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് എൻ്റെ പേര് നിശ്ചയിക്കുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ അദ്ദേഹം എല്ലാ തരത്തിലും ഈ ചെറുപ്പക്കാരായ ആളുകളെ, ചരിത്ര മേഖലയിലുള്ള ആളുകളെ കൈപിടിച്ച് ഈ വൈജ്ഞാനിക മേഖലയിലേക്ക് കൊണ്ടുവരികയും അവരെ മെന്റർ ചെയ്ത് വളർത്തിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് MGSന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആചാര്യൻ എന്ന് നമുക്ക് പറയാമെങ്കിൽ അത് MGSന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കേരള ചരിത്രത്തിൽ അദ്ദേഹം പൊന്നാനി സ്കൂളിന്റെ ഒരു തുടർച്ചയാണല്ലോ, പൊന്നാനി സ്കൂളിന്റെ തുടർച്ചയാണ്. മനോഹരമായ കവിതകൾ എഴുതും, മനോഹരമായിട്ടുള്ള ആർട്ടിക്കിളുകൾ എഴുതും. അദ്ദേഹം ഒരു ഇൻസ്റ്റന്റ് ഇന്റലക്റ്റ് ആണ്. അതോടൊപ്പം അങ്ങേയറ്റത്തെ മെത്തഡോളജിക്കൽ ക്ലാരിറ്റിയോടുകൂടി ചരിത്ര വിഷയങ്ങളെ വിശകലനം ചെയ്യുകയും പ്രൗഢ പ്രബന്ധങ്ങൾ രചിക്കുകയും ചെയ്യും. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ വ്യത്യസ്തത നമ്മളെ ഹഠാത് ആകർഷിക്കും. ഏറ്റവും അവസാനം അദ്ദേഹം ഇപ്പോൾ കൗടില്യന്റെ അർത്ഥശാസ്ത്രം സംബന്ധിച്ച് എഴുതിയിട്ടുള്ള പ്രൗഢ പ്രബന്ധം വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതെല്ലാം അദ്ദേഹത്തിന്റെ ഈ അസുഖം ബാധിതനാകുന്നതിന് തൊട്ടു മുമ്പാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്
ആരോഗ്യമുള്ള കാലത്തോളം നിരന്തരമായി വായിക്കുകയും എഴുതുകയും വിദ്യാർത്ഥികൾക്ക് ചരിത്രത്തിന്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ചരിത്രത്തിന്റെ ഒരു പാഠപുസ്തകമായി, സാമൂഹ്യശാസ്ത്രത്തിന്റെ പാഠപുസ്തകമായി MGS നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൗഢമായ അക്കാദമിക സംഭാവനകൾക്കൊപ്പം അദ്ദേഹം കാണിച്ചു തന്ന ജീവിത മാർഗം, അദ്ദേഹത്തിന്റെ രീതികൾ, അത് അങ്ങേയറ്റം സ്വാഗതാർഹവും ജനാധിപത്യപരവുമാണ്. അതാണ് തീർച്ചയായും മാതൃക. ഡോക്ടർ അപ്പൊ പി ജെ MGS വിൻസെന്റ് ന്റെ ജീവിതം ഒരുപാട് തന്നെയാണ് പറയാനുണ്ട്. മാതൃക. പ്രത്യേകിച്ചും താങ്കൾക്കടക്കം ജീവിതത്തിൽ ഇത്രയധികം സ്വാധീനിച്ച ഒരുപാട് പേരുടെ ഹൃദയത്തിൽ ഇടം നേടിയ MGS നാരായണന്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക്